നമ്മളെപ്പോഴും ഒരു ആത്മഹത്യാ വാർത്ത വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള കാര്യം. തല പോയാലും ആ വഴിയെപ്പറ്റി ആലോചിക്കരുത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളതാണ്. അതുകൂടി ഒരിക്കൽ കൂടി ഉറച്ചു പറയേണ്ട സമയം കൂടിയാണെന്ന് തോന്നുന്നു എസ് കെ. തീർച്ചയായിട്ടും ആഷ്മി, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അറസ്റ്റിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ലീഗൽ അഡ്വൈസേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ്. മാത്രമല്ല ഇങ്ങനൊരു വലിയ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടിക്കുന്ന ആളിന് ഇങ്ങനെയുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസും ചിലപ്പോൾ വല്ല അറസ്റ്റോ ജയിൽവാസോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ കാലത്ത്. കാര്യം ഡിജിറ്റൽ ലോകത്ത് ഒന്നും നമുക്ക് മറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതാണോ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്? എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന ബിസിനസ്സുകാരൊക്കെ തന്നെ പിന്നീട് അവരുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. ഞാനിപ്പോഴും എൻ്റെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാനായിട്ട് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം തന്നു. കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെടുത്തി. അവരൊന്നിച്ച് ഫാമിലിയുടെ കൂടെ ചേർന്നാണ് ഞാനും അദ്ദേഹവും ഭക്ഷണം കഴിച്ചത്. അപ്പം ഇദ്ദേഹം സ്വയം വെടിവെച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ദുബായിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമാണ് ആലോചിച്ചത്. ആ 2 കുട്ടികൾ വളർന്നു വരികയാണ്. ഭാര്യയ്ക്ക് ഇത് താങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് 56 വയസ്സേ പ്രായമുള്ളൂ. എന്നേക്കാൾ ഒരു 8-10 വയസ്സ് കുറവുള്ള ഒരു മനുഷ്യനാണ് ഈ കോൺഫിഡൻറ്റ് റോയ് CJ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നിമിഷത്തിലാണോ ഇനി മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ടോ? കാരണം ഈ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ തന്നെ വെല്ലുവിളി ഉയർത്തിയ കുറേ ആളുകൾ ഈ ബാംഗ്ലൂരിലുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ചിലപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ തമാശയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മുത്തപ്പറായി എന്നൊക്കെ പറഞ്ഞില്ലേ, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു സിനിമാ കഥ പറയുന്ന പോലെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മോഹൻലാൽ പോലെയുള്ള സിനിമാ താരങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു, ആൻ്റണി പെരുമ്പാവൂറും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. സിനിമാ ലോകത്തേക്ക് പൂർണ്ണ സമയം കടക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ അത് ആൻ്റണി പെരുമ്പാവൂറുണ്ടല്ലോ എന്ന് അദ്ദേഹം അന്ന് മറുപടിയും പറഞ്ഞു. ആൻ്റണിയൊക്കെ ചേട്ടെ എന്നാണ്. എന്നാൽ പല സിനിമകളിലും അവരോടൊപ്പം തന്നെ ഒരു പങ്കാളിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയും ഒക്കെ അത് ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഒരു വിയോഗം, ഈ അപ്രതീക്ഷിതമായ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സങ്കടമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.